മർക്കസുൽ ഉലൂമിന്റെ 43-ാം വാർഷിക സദസ്സ്. AIC ട്രസ്റ്റ് ചീഫ് പാട്രൺ ബഹുമാന്യനായ ടി ആരിഫ് അലി സാഹിബ്. AIC ട്രസ്റ്റ് ചീഫ് പാട്രൺ ബഹുമാന്യനായ ടി ആരിഫ് അലി സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. AIC ട്രസ്റ്റ് ചെയർമാൻ ബഹുമാന്യനായ ഷിഹാബ് പൂക്കോട്ടൂർ സാഹിബിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. തുടർന്ന് ഏറനാട് മണ്ഡലം MLA ബഹുമാന്യനായ PK ബഷീർ സാഹിബിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. AIC ട്രസ്റ്റ് സെക്രട്ടറി K അബ്ദുസലാം സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തുടർന്ന് AIC ട്രസ്റ്റ് വൈസ് ചെയർമാൻ K അബ്ദുറഹിമാൻ സാഹിബിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ആനത്താൻ സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. തുടർന്ന് മർകസുൽ ഉലൂം പ്രിൻസിപ്പൽ U അബ്ദുൽ ലത്തീഫ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Now we have the privilege of welcoming someone who has always been closely connected to Markaz family. As the president of Markaz Alumni Association, he presents the spirit and pride of our institution. Let's welcome Mr. Ajmal Anathan. ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ AIC ട്രസ്റ്റ് ചെയർമാൻ ഷിഹാബ് പൂക്കോട്ടൂർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ ഗുരുനാഥനും പിതൃതുല്യനുമായ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറൽ ആരിഫ് അലി സാഹിബ്, ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ഏറനാടിൻ്റെ വികസന നായകൻ PK ബഷീർ അവർകൾ, ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ട്രസ്റ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെ, ബഹുമാന്യരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷത്തോടു കൂടിയാണ് മർക്കസ് എജു ഫസ്റ്റ് MEF 2024 പങ്കെടുക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. സർവശക്തന് സർവസ്തുതി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മർക്കസ് എജു ഫെസ്റ്റ് എന്നത് മർക്കസിൻ്റെ ഒരു വാർഷിക ആഘോഷം കൂടിയാണ്. ഓരോ വർഷവും മുന്നോട്ട് കുതിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷത്തിൽ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ, ഈ ആഘോഷങ്ങളോടൊപ്പം തന്നെ ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും സംസാരിച്ചത്. ഈ സ്ഥാപനം വളർത്തിയെടുക്കുവാൻ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പൂർവികന്മാർ നടത്തിയ കഠിന പ്രയത്നങ്ങൾ, അവരുടെ അർപ്പണബോധത്തിൻ്റെയും പ്രാധാന്യവും അവർ കണ്ട ആദർശങ്ങളും ആശയങ്ങളും ഈ സമൂഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങളും എല്ലാം ഇവിടെ പറയുകയുണ്ടായി. അൻസാറുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓരോ സ്ഥാപനങ്ങളും എങ്ങനെ വിജയിച്ചു എന്നുള്ളത് ഇത്തരം കഥകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത്. ഇവരുടെ ഓർമ്മകൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാനുള്ള വലിയ ആത്മധൈര്യം തരുന്ന ശക്തിയും
കരുത്തും പകരുന്ന ഓർമ്മകളാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മർക്കസ് ഉലൂം ഇംഗ്ലീഷ് സ്കൂൾ അതല്ലെങ്കിൽ അൻസാറുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ കണ്ട് അനുകരിച്ച് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല. മറിച്ച് ഏറനാടിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാകും വിധം വളർന്നു വന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് അൻസാറുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മർക്കസ് ഉലൂം ഇംഗ്ലീഷ് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് നേരാവണ്ണം കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ, അല്ലെങ്കിൽ സംസാരിക്കുന്നവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരുടെ ഒരു നാട്ടിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് മീഡിയം ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന തീരെ പ്രായോഗികമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ മക്കളും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം മുന്നോട്ട് വരികയും അത് ഇത്രയും വലിയ വിജയകരമാക്കി മാറിയതിൻ്റെയും പേരാണ് മർക്കസ് ഉലൂം ഇംഗ്ലീഷ് സ്കൂൾ എന്ന് നാം മനസ്സിലാക്കണം. ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ സംഘടനാ രജിസ്ട്രേഷനുമായി മുന്നോട്ട് പോയപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് രാജ്യങ്ങളിലെ എ ക്ലാസ് കമ്പനികളെ പോലും നിയന്ത്രിക്കുന്ന അവിടുത്തെ ഉന്നത തസ്തികയിലിരിക്കുന്നവന്റെ പേര് മർക്കസിയൻ അഥവാ മർക്കസ് അലുമിനി എന്നാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പോഴാണ് ഇത്തരം ആഘോഷങ്ങളുടെ പ്രസക്തി നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിയ ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ തുടങ്ങി പ്രൊഫസർമാർ തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നത തസ്തികയിൽ ഇരിക്കുന്നവന്റെ പേര് പോലും ഇന്ന് മർക്കസിയൻ അഥവാ മർക്കസ് അലുമിനി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേവലം ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് ഇവിടെ ഉള്ള വിദ്യാർത്ഥികളെ പിടിച്ചു ഉയർത്തുക എന്നുള്ളത് മാത്രമല്ല, ഇവിടുന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ധാർമ്മിക ബോധം കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാലയാണ്, അല്ലെങ്കിൽ പരിശീലന കേന്ദ്രമാണ് മർക്കസ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുവാൻ വേണ്ടി 12 പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാരെ കൊണ്ട് ഈ സ്ഥാപനത്തിൽ ഞാൻ വരികയുണ്ടായി. അതിലൊരു യുവ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം ആ വേദിയിൽ കുട്ടികളുമായി സമ്പർക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ MBBS ബാച്ച് പുറത്തിറങ്ങിയിട്ട് 8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ ബാച്ചിൽ ഇന്നും കല്യാണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിലേറെ അത്ഭുതത്തോടുകൂടി ആശങ്കയോടുകൂടി അദ്ദേഹം പറഞ്ഞത്, ആ ബാച്ചിൽ കല്യാണം കഴിഞ്ഞവരിൽ തന്നെ 26 സഹപാഠികൾ വിവാഹമോചനം നേടിയവരാണ് എന്നുള്ളതാണ്. അതാണ് ഈ കാലഘട്ടം നമ്മളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. ഒരു കുടുംബജീവിതം പോലും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ധാർമ്മിക ബോധം ഒരു വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ന് സമൂഹത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇത്തരം ജൂബിലി ആഘോഷങ്ങൾ, ഈ മർക്കസിയൻ ചിന്തകൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികളും സമൂഹവും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടായ്മയിൽ മറ്റൊരു ഡോക്ടർ ഒരു കഥ കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഓരോ വിദ്യാർത്ഥികളും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചെറുതും വലുതുമായ ലഹരികളുടെ പേരുകളൊക്കെ ഒരു ചാർട്ട് പേപ്പറിൽ എഴുതുകയുണ്ടായി. ആ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളുടെ പേര് അതിൻ്റെ താഴെ എഴുതിയിട്ട് കൊണ്ട് ചെറുതും വലുതുമായി ഉപയോഗിക്കുന്ന ലഹരികളുടെ പേര് ഓരോ ടിക്കറ്റ് പൂർണ്ണമായും ടിക്കറ്റ് കഴിഞ്ഞപ്പോൾ 2 വിദ്യാർത്ഥികളുടെ നേരെ മാത്രമാണ് ചെറുതും വലുതുമല്ലാത്ത ഒരു ലഹരികളും ഉപയോഗിക്കാത്തതായിട്ട് മാർക്ക് ചെയ്തത്. അതിൻ്റെ പേരും മർക്കസിയൻ അല്ലെങ്കിൽ മർക്കസിയൻ അലുമിനി ആയിരുന്നു എന്ന് അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ അവിടെയാണ് ഈ സ്ഥാപനം എത്രമാത്രം ജനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നവോത്ഥാനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടത്.
വിദ്യാർത്ഥികളെ കേവലം വിദ്യാഭ്യാസപരമായി ഉന്നത ശ്രേണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് നല്ലൊരു ജീവിതം, അല്ലെങ്കിൽ സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം നൽകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുവാനുള്ള, ഒരു ഉന്നത ശ്രേണിയിലേക്ക് എത്തുവാനുള്ള, അല്ലെങ്കിൽ ഉന്നത തസ്തികയിൽ എത്തുവാനുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമല്ല. അവർ ഏത് സാഹചര്യത്തിലെത്തിയാലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്തുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടുവാനുള്ള ഒരു മനക്കരുത്ത്, ഒരു ആത്മീയതയിലൂടെ ഊതിയ ഒരു ജീവിതം പരിശീലിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി, ഒരു സ്ഥാപനമായിട്ടാണ് മർക്കസ് മാറിയിട്ടുള്ളത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള വഴികളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാ പിന്തുണയും ഈ സ്ഥാപനങ്ങൾക്ക് അൻസാറുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനിയും ലക്ഷ്യങ്ങൾ കാണുന്ന ഓരോ ലക്ഷ്യങ്ങളോടൊപ്പം അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും ഉണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. താങ്ക് യു സർ. തുടർന്ന് അജ്മൽ ആനത്താൻ സാറിന് മർക്കസിന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നു AIC ട്രസ്റ്റ് വൈസ് ചെയർമാൻ അബ്ദുറഹ്മാൻ സർ. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം. വളരെ പുറത്തുപോയി നമസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന